കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി വെറും 11 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയാണ് എല്ലാ മുന്നണികളും. ഇന്ന് NDAക്ക് കൂടുതൽ കരുത്തു പകരുന്ന അവരുടെ പ്രിയപ്പെട്ട നേതാവ് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി കേരളത്തിലേക്ക് വരികയാണ്. ഉച്ചയ്ക്ക് 1:30 പാലക്കാട് മേഴ്സി കോളേജിലെ മൈതാനത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തും. കോട്ടമൈതാനത്ത് പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 4 മണിക്ക് തൃശ്ശൂരിൽ റോഡ് ഷോ എന്നിങ്ങനെയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരിപാടികൾ. വീണ്ടും ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഗൂഗിൾ VSും MS ലിഷോയും നമുക്കൊപ്പം ചേർന്നു. ആദ്യം ഗൂഗിളിലേക്കാണ്. ഗൂഗിൾ, വളരെ ആവേശത്തോടെ തീർച്ചയായും പാലക്കാട് എന്നത് BJP വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് BJP പ്രവർത്തകർക്ക് വലിയൊരു ആവേശമാകുമെന്നതിൽ തർക്കമില്ല. എപ്പോൾ പ്രധാനമന്ത്രി എത്തും, എത്ര സമയം പാലക്കാട് അദ്ദേഹം ചെലവഴിക്കും, എങ്ങനെയാണ് BJP ഈ ഒരു പരിപാടി ഏകോപിപ്പിക്കുന്നത്? വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. ഏകദേശം 1:30 കോയമ്പത്തൂരിലെ ഹെലിപ്പാഡിൽ ആദ്യം പ്രധാനമന്ത്രി വന്നിറങ്ങുക. അവിടെ നിന്ന് നേരെ ഹെലികോപ്റ്ററിൽ മേഴ്സി കോളേജിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നീട് കോട്ട മൈതാനത്തുള്ള പരിപാടി സ്ഥലത്തേക്കാണ് പ്രധാനമന്ത്രി എത്തുക. ഇതിനിടയിൽ മിഷൻ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏകദേശം SBI ജംഗ്ഷൻ വരെ പൊതുജനങ്ങൾക്ക് മോദിയെ കാണാനുള്ള അവസരമുണ്ടാകും. ഒരു പൂർണ്ണാർത്ഥത്തിൽ റോഡ് ഷോ എന്നുള്ള രീതിയിൽ ഉണ്ടാകില്ല എങ്കിൽ കൂടി വാഹനത്തിനകത്ത് നിന്ന് മോദി പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 2 മണി കഴിഞ്ഞാണ് ഈ പൊതുസമ്മേളന സ്ഥലത്ത് മോദി എത്തുക. അവിടെ വച്ച് മോദിയുടെ പ്രസംഗം. അതിനുശേഷം ഏകദേശം ഒരു 3 മണിയോടടുപ്പിച്ച് മോദി തിരികെ തൃശ്ശൂരിലേക്ക് പോകുമെന്നുള്ളതാണ്. അവിടെ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് പിന്നെ അവിടെ റോഡ് ഷോ ഉണ്ട്. വലിയ ഗംഭീരമായ റോഡ് ഷോ ആണ് തൃശ്ശൂരിലെ പ്രവർത്തകരും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഏതായാലും പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം BJP കൽപ്പിക്കുന്ന മണ്ഡലമാണ്, വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുക. അതിൻ്റെ ഭാഗമായാണ് മോദിയെ വരെ ഈ പാലക്കാട്ടേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലയിലെ എല്ലാ NDA സ്ഥാനാർത്ഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. അങ്ങനെ വലിയ ആവേശത്തിലാണ്. ഏകദേശം 50,000-ലധികം പേർ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തുമെന്നുള്ളതാണ് BJP കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും BJP പ്രവർത്തകർ പറയുന്നുണ്ട്. ഏതായാലും വലിയ ഒരുക്കങ്ങളോടെയാണ്. അതേസമയം തന്നെ അതീവ സുരക്ഷയിലാണ് പാലക്കാട് എന്ന് പറയാം. 11 മണിയോടടുപ്പിച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ ആരംഭിക്കും. പിന്നീട് ഈ കോട്ട മൈതാനത്തിൻ്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾക്കോ മറ്റു വണ്ടികൾക്കോ ഒന്നും തന്നെ കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയും വരും. അപ്പോൾ പ്രധാനമായും ഈ കോട്ട മൈതാനം കടക്കാത്ത രീതിയിൽ വേണം പൊതുജനങ്ങൾ യാത്ര ചെയ്യാൻ എന്നുള്ളൊരു കാര്യം കൂടി ഇത് കാണുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൂടി നമ്മൾ പെടുത്തുകയാണ്. ഏതായാലും വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ SPGയുടെ നിയന്ത്രണത്തിലാണ് കോട്ട മൈതാനം. ഇനി മോദി എത്തുന്ന സമയം ആവുന്നതോടുകൂടി തന്നെ ഈ കോട്ട മൈതാനത്തിൻ്റെ നിയന്ത്രണം SPG പൂർണ്ണമായും ഏറ്റെടുക്കും. ശരി. അപ്പോൾ പാലക്കാട് ആവേശകരമായി തന്നെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ. അതിന് പിന്നാലെ തൃശ്ശൂരിലേക്കാണ് അദ്ദേഹം എത്തുക. തൃശ്ശൂരിൽ വലിയ റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. ലിഷോയുണ്ട്. ലിഷോയ്, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ BJPയുടെ ശക്തി കേന്ദ്രം, BJPയുടെ MP ഉള്ള സ്ഥലമാണ്. അപ്പോൾ പത്മജ വേണുഗോപാൽ മത്സരരംഗത്ത് ഇറങ്ങുന്നു. BJP വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്ന സ്ഥലം തന്നെയാണ്. എങ്ങനെയാണ് തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ എത്ര സമയം അദ്ദേഹം തൃശ്ശൂർ നഗരത്തിൽ ചെലവഴിക്കാൻ സാധ്യതയുണ്ട്? ഏകദേശം അരമണിക്കൂറായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ ഉണ്ടാവുക. 1 കിലോമീറ്റർ ദൂരത്താണ് ഈ റോഡ് ഷോ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. തൃശ്ശൂർ കുട്ടനല്ലൂർ കോളേജിലാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുക. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ എത്തി അതിനുശേഷം റോഡ് മാർഗം നേരെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ് ചെയ്യുക. സ്വരാജ് റൗണ്ടിനടുത്ത് ഈ പ്രധാനമന്ത്രി ആദ്യം വന്നിറങ്ങി ഈ തുറന്ന വാഹനത്തിലേക്ക് കയറുക നേരെ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അടുത്താണ്. അവിടെ നിന്നും നേരെ ഈ സ്വരാജ് റൗണ്ടിലൂടെ ബിനി ടൂറിസ്റ്റ് ഹോം പരിസരത്തേക്ക് വരെ ആണ് ഈ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ഈ മറ്റ് കുറച്ച് നേതാക്കളെയൊക്കെ തന്നെ കണ്ട് സംസാരിച്ച ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന് തന്നെ നേരെ മടങ്ങി പോവുകയാണ് ചെയ്യുക. അതല്ലാതെ മറ്റ് പൊതുപരിപാടികളൊന്നും തന്നെയില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് BJP പ്രവർത്തകർ നിരവധി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. അവർക്ക് കൃത്യമായി നിൽക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിനോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതൊക്കെ തന്നെ വലിയ തോതിൽ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെയൊക്കെ സാധ്യത ഉള്ള, അതായത് സംഘർഷങ്ങളുടെയൊക്കെ തന്നെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ സുരക്ഷാ ക്രമീകരണം
ക്രമീകരണങ്ങൾ പാളിച്ചകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതിനാൽ തന്നെ SPGയുടെ ഭാഗത്തു നിന്നും അത്രത്തോളം കർശനമായി കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 3 ദിവസം മുൻപ് തന്നെ SPG ഉദ്യോഗസ്ഥർ ഈ സ്വരാജ് റൗണ്ട് പരിസരത്തൊക്കെ തന്നെ സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ നടത്തി. ഇന്നിപ്പോൾ പ്രധാനമായും ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏകദേശം 11 മണി മുതൽ വൈകുന്നേരം 6:30 വരേക്കും സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. തൃശ്ശൂർ നഗരത്തിനകത്തേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഭൂരിഭാഗം കടകളും ഇതിപ്പോൾ ഓശാന ഒരാഴ്ചയേ ഉള്ളൂ ഈസ്റ്ററിന്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ പ്രധാനപ്പെട്ട ആഘോഷമാണ്. എങ്കിൽ പോലും ഇന്ന് ഞായറാഴ്ചയിൽ കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ആളുകളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കടകളും അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് കർശനമായ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭൂരിഭാഗം വാഹനങ്ങളും, അതായത് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡിൽ നിന്നും തിരിഞ്ഞു പോകണം എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ആളുകൾക്ക് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ള, ഈ പ്രധാനമന്ത്രിയെ കാണാനും മറ്റുമായുള്ള പ്രവേശിക്കാനുള്ള ഒരു റോഡുകൾ എന്ന് പറയുന്നത് പ്രധാനമായും കുറുപ്പൻ റോഡ്, മുനിസിപ്പൽ ഓഫീസ് റോഡ്, അതിനു പുറമെ MG റോഡ് എന്നീ 3 റോഡുകളാണ്. കൂടാതെ പ്രസ് ക്ലബ് റോഡ് എന്നിങ്ങനെയുള്ള റോഡുകളിലൂടെ മാത്രമാണ് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതിലൂടെ വരുന്ന ആളുകളെ തന്നെ സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ ശേഷമായിരിക്കും അകത്തേക്ക് കടത്തുക എന്നുള്ളതാണ്. ഈ സ്വരാജ് റൗണ്ടിൻ്റെ ഈ ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം നിന്നുകൊണ്ടാണ് ആളുകൾക്ക് പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാനും ഒക്കെ തന്നെ ഈ പൂക്കൾ എറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാനും ഒക്കെ തന്നെ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. മറുവശത്ത് പൂർണ്ണമായും സ്റ്റെറൈൽ ഏരിയ ആയിരിക്കും. അതായത് ആർക്കും തന്നെ പ്രവേശനം ഉണ്ടാവില്ല. ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും, ആ മാധ്യമങ്ങൾക്ക് തന്നെ പ്രത്യേകം പാസ് ലഭിച്ചിട്ടുള്ള മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഈ പരിസരത്തേക്ക് പ്രവേശിക്കാനായുള്ള അനുമതിയുമുള്ളൂ. കൂടാതെ തേക്കിൻകാട് മൈതാനം നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ സമയവും വാഹനങ്ങളാൽ നിറയുന്ന ഒരു ഇടം കൂടിയാണ്. കാരണം തൃശ്ശൂരിലെത്തുന്ന ഭൂരിഭാഗം വാഹനങ്ങളും അവിടെയാണ് പാർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ തേക്കിൻകാട് മൈതാനത്തേക്ക് ഒരു വാഹനവും പ്രവേശിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവിടെയൊക്കെ തന്നെ ജനുവരി മുതൽ ഇങ്ങോട്ട് ആദ്യം തിരുവനന്തപുരത്തെത്തി, പിന്നീട് കൊച്ചി, ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരും, അങ്ങനെ ദിവസങ്ങളുടെ ഇടവേളകളിൽ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ്.